മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും വീണ്ടും അതിരൂക്ഷമായി വിമർശിക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ CPM-നും CPI-ക്കും നിലം തൊടാനാകില്ല. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് CPI പറഞ്ഞു വെക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണം അവതാളത്തിലായത് സർക്കാരിന് വലിയ ചോദ്യമായി മാറും. വന്യജീവി ആക്രമണവും സിദ്ധാർത്ഥന്റെ മരണവും CPM-ന് വലിയ ചോദ്യമായി വരും ദിവസങ്ങളിൽ മാറുമെന്നും LDF യോഗത്തിൽ അഭിപ്രായമുയർന്നു. CPI ഇടഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ടും അല്ലാതെയും LDF-ലും യോഗത്തിലുമൊക്കെ അതിരൂക്ഷമായി എപ്പോഴും വിമർശിക്കാറുണ്ട് CPI. ഇപ്പോൾ ഇതാ ക്ഷേമ പെൻഷനും സിദ്ധാർത്ഥന്റെ മരണവും വന്യജീവി പ്രശ്നവും കരുതൽ വേണമെന്നാണ് LDF-ൽ ചർച്ച. ക്ഷേമ പെൻഷൻ നൽകാത്തത് പ്രചാരണത്തിൽ തിരിച്ചടിയാകുമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് CPI. ഉടൻ നൽകുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ക്ഷേമ പെൻഷൻ നൽകാത്തതിൽ ഇടതുമുന്നണി യോഗത്തിൽ വിമർശനം ഉന്നയിച്ച CPM ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവലോകനം ചെയ്യുന്നതിന് ചേർന്ന യോഗത്തിലാണ് CPI വിമർശനം ഉന്നയിച്ചത്. 7 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണെന്നും ഇത് പ്രചാരണത്തിൽ തിരിച്ചടിയാകുമെന്നും CPI ചൂണ്ടിക്കാട്ടി. അതേസമയം പെൻഷൻ എത്രയും വേഗം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. വന്യജീവി ആക്രമണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ വിഷയമായി മാറുന്നുണ്ടെന്ന് NCP ചൂണ്ടിക്കാണിച്ചു. കേന്ദ്ര വനം നിയമമാണ് പ്രശ്നമെന്നും ഇത് ചൂണ്ടിക്കാട്ടി പ്രചാരണം നടത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കേന്ദ്ര നിയമപ്രകാരം വന്യജീവികളെ കൊല്ലുന്നതിന് നിയന്ത്രണമുണ്ട്. സംസ്ഥാനത്തിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഏതായാലും ക്ഷേമ പെൻഷൻ വിതരണം 6 മാസമായി മുടങ്ങിക്കിടക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകുമെന്ന് CPIയുടെ തന്നെ മുന്നറിയിപ്പ് വന്നതോടെ ചോദ്യങ്ങൾ നിരവധിയാണ്. ഇടതുമുന്നണി യോഗത്തിൽ CPI പങ്കുവച്ച ആശങ്ക വലിയ ചർച്ചയായി മാറും. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം തെരഞ്ഞെടുപ്പ് ചർച്ചയാകുമെന്ന ആശങ്കയും യോഗത്തിൽ ഉയർന്നു. ക്ഷേമ പെൻഷൻ കുടിശ്ശികയായത് പ്രതിപക്ഷം വലിയ പ്രചാരണായുധമാക്കുന്നതായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി. സാധാരണക്കാരെ ബാധിക്കുന്ന ഈ പ്രചാരണത്തെ പ്രതിരോധിക്കാൻ ഇടതുമുന്നണിയുടെ പ്രവർത്തകർക്ക് സാധിക്കുന്നില്ല. കേന്ദ്രം തുക അനുവദിക്കാത്തതാണെന്ന പ്രചാരണം ഫലപ്രദമാകുമോ എന്ന സംശയമുള്ളതിനാൽ 2 ഗഡുവെങ്കിലും വിതരണം ചെയ്യണമെന്ന് ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. അതിനുള്ള പരിശ്രമമാണ് ധനവകുപ്പ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. സിദ്ധാർത്ഥന്റെ മരണം ഇടത്തരക്കാരിൽ വലിയ രോഷമുണ്ടാക്കിയെന്ന് RJD നേതാവ് വർഗീസ് ജോർജ് ചൂണ്ടിക്കാട്ടി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നിർദ്ദേശം വിദ്യാർത്ഥി സംഘടനകൾക്ക് നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വന്യജീവി ആക്രമണത്തിനെതിരെ മലയോര മേഖലയിൽ ഉയർന്ന പ്രതിഷേധങ്ങൾ വകുപ്പ് കൈയാളുന്ന NCP നേതാക്കൾ യോഗത്തിൽ ഉന്നയിച്ചു. കേരളം വിചാരിച്ചാൽ പരിഹാരം കാണാനാകില്ല. കേന്ദ്ര നിയമമാണ് തടസ്സമായി നിൽക്കുന്നത്. അതിനാൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിനെതിരെ വിപുലമായ പ്രചാരണം LDF ആരംഭിക്കണം. വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മലയോര മേഖലയിലെ ജനവികാരം സർക്കാരിനെതിരാണെന്ന് ചില നേതാക്കൾ ഓർമ്മിപ്പിച്ചു. ഇടതുമുന്നണി യോഗത്തിന് മുൻപ് നടന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ജനരോഷം ശക്തമാണെന്നും സാധാരണക്കാർ സർക്കാരിനെതിരെ തിരിഞ്ഞിട്ടുണ്ടെന്നും അഭിപ്രായം ഉയർന്നു. പെൻഷൻ വിതരണവും വനാതിർത്തികളിലെ പ്രശ്നങ്ങളും മുന്നണി ഗൗരവത്തോടെ കാണുമെന്ന് പിന്നീട് മാധ്യമപ്രവർത്തകരെ കണ്ട മുന്നണി കൺവീനർ EP ജയരാജൻ പറഞ്ഞു.